ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ മാസം അവസാനത്തിലാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത്. ഗോവയിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സൂപ്പർ കപ്പ് നടക്കുന്നത്. ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നിർണയ നറുക്കെടുപ്പൊക്കെ നേരത്തെ പൂർത്തിയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്ടോബർ 30 ആദ്യത്തെ മത്സരം കളിക്കുന്നത്. ഏതായാലും സൂപ്പർ കപ്പിലെ ഒരു റൂളിൽ നിർണായകമായ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ സൂപ്പർ കപ്പിൽ ഒരേ സമയം 6 വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു അനുമതി ക്ലബ്ബുകൾക്ക് ഉണ്ടായിരുന്നു. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ 6 വിദേശ താരങ്ങളെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷേ അതിൽ മാറ്റം വരുത്താൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേതുപോലെ 4 വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു അനുമതിയാണ് ഫെഡറേഷൻ നൽകുക. അത്തരത്തിലുള്ള ഒരു ഭേദഗതിയാണ് നിയമത്തിൽ വരുത്തിയിട്ടുള്ളത്. അതായത് സ്റ്റാർട്ടിംഗ് 11-ലാണെങ്കിലും ഒരേ സമയമാണെങ്കിലും 4 വിദേശ താരങ്ങളെ കളിപ്പിക്കാനുള്ള അനുമതി മാത്രമേ സൂപ്പർ കപ്പിലും ഉണ്ടാവുകയുള്ളൂ. നിലവിൽ ISL-ലും ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ കാരണം ക്ലബ്ബുകൾ തന്നെയാണ്. പല ക്ലബ്ബുകളും ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തിയിരുന്നു. അതായത് ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകേണ്ടതുണ്ട്. അതിനു വേണ്ടി ഈ ഒരു നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ പല ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതിഷേധത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾക്ക് 6 വിദേശ താരങ്ങളെയും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിക്കില്ല എന്നുള്ളതാണ്. ഇതുവഴി കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം ലഭിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.